100 വർഷം പിന്നിട്ട് ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സരസ്വതി ക്ഷേത്രമാണ് കോതല ഗവൺമെന്റ് VHSS. എല്ലാ വർഷവും ഉന്നത വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഈ സ്കൂൾ എന്നാലിപ്പോൾ പരിമിതികളുടെ ലോകത്താണ്. സ്കൂളിലെ 1996-97 ബാച്ചിലെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് സ്കൂളുമായി ബന്ധപ്പെട്ടപ്പോഴാണ് സ്കൂളിന്റെ അവസ്ഥ പുറത്തറിയുന്നത്. ഈ വിഷയം പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനമായി. ഇതിന്റെ ആദ്യപടിയെന്നോണം ഈ മാസം 13 മുതൽ 15 വരെ സ്കൂൾ ആതിഥ്യമരുളുന്ന പാമ്പാടി സബ് ജില്ലാ കലോത്സവത്തിനായി സ്കൂളിനെ സജ്ജമാക്കാൻ പൂർവ്വ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങി. കാടുപിടിച്ചു കിടന്ന പരിസരം ഇവർ വൃത്തിയാക്കി. വളരെയധികം പരിമിതികളോടെയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്ന് സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സരളാംബിക പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഓൾഡ് സ്റ്റുഡൻസ് ഞങ്ങളുടെ സ്കൂളിനെ സമീപിക്കുകയും അവർ HM സീനിയർ ഞങ്ങളുടെ സ്റ്റാഫിനെ മൊത്തം സമീപിച്ച് അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിനനുസരിച്ച് ഞങ്ങളുമായിട്ട് ആലോചിച്ച് ഈ നവംബർ 13, 14, 15 തീയതികളിൽ സബ് ജില്ലാ കലോത്സവം ഞങ്ങളുടെ ഈ സരസ്വതി ക്ഷേത്രത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അപ്പോൾ പല പരിമിതികളിൽ കൂടി കടന്നു പോകുന്ന ഞങ്ങളുടെ ഈ വിദ്യാലയത്തിൽ റിസൾട്ട് എല്ലാ വർഷവും 100% തന്നെയും സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഈ കലാലയത്തിൽ പല പരിമിതികളുമുണ്ട്. അത് ഏറ്റവും അത്യാവശ്യം ഒരു കുട്ടികൾക്ക് കളിക്കാൻ ഒരു ഗ്രൗണ്ടോ ഒരു അസംബ്ലി ഹാളോ അതുപോലെ തന്നെ കുട്ടികൾക്കൊരു വാഹന സൗകര്യമോ ഒക്കെ ഇല്ലാത്തത് വലിയ ഒരു സങ്കടമാണ് ഞങ്ങളെ സംബന്ധിച്ച്. അതേസമയം സ്കൂളിൽ സ്മാർട്ട് ക്ലാസുകൾ പണിയുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പഞ്ചായത്ത് അംഗം സന്ധ്യ സുരേഷ് അറിയിച്ചു. ഇപ്പം നിലവിൽ ഈ സ്കൂളിലെ ക്ലാസ് മുറികളൊക്കെ സ്മാർട്ടാക്കാനായിട്ട് കുറച്ച് സ്മാർട്ട് ക്ലാസ് റൂം ആക്കാനായിട്ട് കുറച്ച് ഫണ്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പണികൾ ഈ മാർച്ചിനകം പൂർത്തീകരിക്കും. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞ് സ്കൂളിന് ബസ് സൗകര്യം ഇല്ല എന്നുള്ളതാണ്. അതിന് പരിഹാരമായിട്ട് ഇന്നിപ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പറെ വിളിക്കുകയും ജില്ലാ പഞ്ചായത്തിന് കൊണ്ട് ആ സ്കൂളിന് ഒരു വാഹന സൗകര്യം ഏർപ്പെടുത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സ്കൂളിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിന് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും പഞ്ചായത്തിന്റെ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്നും പ്രസിഡന്റ് കുഞ്ഞു പുതുശ്ശേരി പറഞ്ഞു. തീർച്ചയായും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും ഭാവുകങ്ങളും ഞാൻ നേരുന്നു. അവർ വളരെ ആത്മാർത്ഥമായിട്ട് സൂചിപ്പിച്ച ഒരു കാര്യം, സ്കൂളിൻ്റെ വികസന കാര്യങ്ങളിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അടിയന്തരമായ ശ്രദ്ധയുണ്ടാകണം എന്ന് അതിൻ്റെ ഭാരവാഹികൾ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും സഹകരണങ്ങളും ഇതിനുണ്ടാകും. നമ്മുടെ ന്യൂസ് ബ്യൂറോ പൊൻകുന്നം.